ദ പെയിൻറ്റഡ് ബേർഡ് ജെൻസി കൊസിൻസ്കി എഴുതിയ ഒരു യുദ്ധ നോവലാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസി ഭീകരതകളെ പ്രമേയമാക്കി നിരവധി രചനകൾ ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ എഴുത്തുകാരനായ ജെൻസി കൊസിൻസ്കിയുടെ പെയിൻറ്റഡ് ബേർഡ് എന്ന നോവൽ ഒരു പേക്കിനാവ് കാണുന്നത് പോലെ മാത്രമേ ഏതൊരു വായനക്കാരനും സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതിലെ ഭീകരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന നോവലിസ്റ്റിക് ലാൻഡ്സ്കേപ്പിൻ്റെ ദൃശ്യങ്ങൾ ആരെയും കിടിലം കൊള്ളിക്കും. യുദ്ധത്തിനും ജീവിതത്തിലും സമൂഹത്തിലും ഇത്രയധികം ഭീകരതകൾ വാരി വിതറുവാൻ കഴിയുമെന്ന് എഴുത്ത് ഇവിടെ മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്ന പേക്കിനാവിൻ്റെയും ആകാംക്ഷയുടെയും അന്തരീക്ഷത്തിലൂടെ യാത്രയാവുന്നു. പ്രധാന കഥാപാത്രം രണ്ടാം ലോക മഹായുദ്ധം തകർത്ത ഒരു യൂറോപ്പിനെയാണ് വായനക്കാരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടേതായ അനീതിയുടെയും കാപട്യത്തിൻ്റെയും വികൃതമായ ലോകത്തെയും ഈ രചന എടുത്തു കാണിക്കുന്നു. ഹോളോകാസ്റ്റ് തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് പലായനം ചെയ്യുന്ന ഒരു ബാലൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ നോവൽ വികസിച്ചു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം പുറത്തു കൊണ്ടുവന്ന ഈ നോവൽ എഴുത്തിൻ്റെ ശക്തിയെ ആത്യന്തികമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം കലയുടെ ഒരു മികവറ്റ സംഭാവനയും വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെ വിജയപ്രതീക്ഷയും കൂടിയായി രൂപാന്തരപ്പെടുന്നു. തകർന്നു ശിഥിലമായി കിടക്കുന്ന പട്ടണങ്ങളും കിഴക്കൻ യൂറോപ്യൻ ഗ്രാമങ്ങളുടെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളും മനുഷ്യരാശിക്ക് കൊടുക്കാവുന്ന താക്കീത് ഇനിയൊരു യുദ്ധം ഉണ്ടാവരുതെന്ന സത്യമാണ്. ഓരോ രാഷ്ട്രീയക്കാരനും ഭരണാധികാരികളും ഓരോ രാജ്യത്തിലെ യുദ്ധക്കൊതിയന്മാരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഈ പുസ്തകം, ഈ നോവൽ വായിപ്പിച്ചിട്ട് അവരെ അധികാരത്തിലേക്ക് ഏൽപ്പിക്കണമെന്ന ഒരപേക്ഷ കൂടി എനിക്ക് നിങ്ങളുടെ മുൻപിൽ വെക്കുവാനുണ്ട്. കാരണം അത്രമാത്രം ഭീകരത യുദ്ധങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്നു എന്ന് ഭരണാധികാരികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വളരെ വിശാലമായി എഴുതി തീർത്ത ഈ നോവല് യുദ്ധമുഖത്ത് പട്ടാളക്കാരനുഭവിക്കുന്ന വേദനകൾ, സാധാരണക്കാരുടെ അതിഭീകരമായ അവസ്ഥകളെയെല്ലാം എഴുത്ത് എന്ന കലകൾ കൊണ്ട് നമ്മുടെ കൺമുൻപിലൂടെ ഒരു കണ്ണാടിയിലെന്ന പോലെ കൊണ്ടുപോകുന്നതിന് എഴുത്തുകാരൻ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മലയാള പരിഭാഷ ഇല്ല എങ്കിൽ കൂടി ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ ഈ പുസ്തകം മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു വായനാനുഭവം ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല.